ആലപ്പുഴയിലേക്ക് പോകുമ്പോഴത്തേനും അവിടെ 8 മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത വാട്ടർ അതോറിറ്റിയുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം അതിലെ വലിയൊരു അപാകത ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച വിവിധ സംഘടനകൾ രംഗത്ത് വന്നു. കെട്ടിടത്തിൽ കണ്ടെത്തിയത് 34 അപാകതകളാണ്. വിശദമായ റിപ്പോർട്ടിലേക്കാണ് ഇനി. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ല. വെള്ളം ശേഖരിക്കാൻ വാട്ടർ അതോറിറ്റി കണ്ടെത്തിയത് അവരുടെ തന്നെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണ്. ഈ പറയുന്ന ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ ജീവനക്കാർ മുഴുവനും പുറത്തിറങ്ങി വെള്ളം മുഴുവനും കോരിക്കളയേണ്ട ഒരു അവസ്ഥ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ, ഭവനത്തിൻ്റെ ഉള്ളിൽ 28 കുടുംബങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ആ 28 കുടുംബങ്ങളിലും പുറത്ത് നിന്ന് അകത്ത് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ നീങ്ങി. ഒരു മഴ പെയ്താൽ വ്യാപക ചോർച്ച. 3 നില കെട്ടിടങ്ങളുടെ 3 ബ്ലോക്കുകളിലും മഴവെള്ളം കെട്ടി നിൽക്കും. കെട്ടിടത്തിന് സൺഷെയ്ഡുമില്ല, മേൽക്കൂരയുമില്ല. ഭിത്തികൾ നനഞ്ഞൊലിക്കുന്നത് മൂലം നിരന്തരം വൈദ്യുതി തകരാറുകളും പതിവ്. 10 കോടി രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ ക്വാർട്ടേഴ്സിൽ 28 കുടുംബങ്ങളാണ് ഭീതിയോടെ കഴിയുന്നത്. ഇതിപ്പോ എപ്പോഴും വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഇനി ആർക്കെങ്കിലും ഒരു അപകടം വരും. ഇതുപോലെ ഒരു AC വീണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റി. അല്ലാതെ അവിടെ ഒരുപാട് ആളുകൾ തെന്നി വീണു, ഈ വെള്ളത്തിൽ തെന്നി വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ വലിയ അപകടങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കാതെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. ഇപ്പം ഞങ്ങൾ പലതവണ വീട്ടിൽ കത്ത് എഴുതി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള ലെറ്ററുകൾ എഴുതി സൂക്ഷിക്കുക. ഒരു പ്രാവശ്യമല്ല 10ഉം 15ഉം പ്രാവശ്യമാണ് ഈ ലെറ്ററുകൾ എഴുതി കൊടുത്തേക്കുന്നത്. ചർച്ചകളും പ്രതിഷേധങ്ങളും ഇവർ ഒരുപാട് നടത്തി. താമസക്കാർ നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചു. കരാറുകാരന്റെ അലംഭാവം എന്ന് കമ്മിറ്റി റിപ്പോർട്ടും തയ്യാറാക്കി. കമ്മിറ്റിയുടെ കണ്ടെത്തലിൽ 34 അപാകതകളാണ് ക്വാർട്ടേഴ്സിലുള്ളത്. പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് മതിയായ രേഖകൾ ഇല്ലാതെയാണ് കരാറുകാരന് മുഴുവൻ തുകയും നൽകിയതെന്നാണ് ആരോപണം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, ചീഫ് എഞ്ചിനീയറുടെ ഭാഗത്ത് നിന്ന് അതിന് ക്രിയാത്മകമായ ഒരു ഇടപെടലൊക്കെ നടത്തി. പക്ഷേ പ്രൊജക്ട് ഡിവിഷൻ പെരുമ്പാവൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവർ ഇത് ഒരു ലാഘവ ബുദ്ധിയോടുകൂടിയാണ് എടുത്തത്. മാത്രമല്ല 24 കുടുംബങ്ങളവിടെ ജീവിക്കുന്നു. അത് നമ്മുടെ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരാണ് താമസിക്കുന്നതെന്നും മാത്രമല്ല, ഇത് പൊതുജനത്തിൻ്റെ പൈസ എടുത്ത് പണിത ക്വാർട്ടേഴ്സാണ്. 10 കോടി രൂപയോളം പൊതുജനത്തിൻ്റെ പൈസയാണ്. ആ പൈസ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയില്ല. ചീഫ് എഞ്ചിനീയർ പ്രദീപ് വികെയുടെ ഓഫീസിലെത്തിയാണ് ഇന്ന് CITU, INTUC സംഘടനകളും ക്വാർട്ടേഴ്സിലെ താമസക്കാരും പ്രതിഷേധിച്ചത്. പലതവണയായി കത്തുകൾ കൊടുക്കുന്നു, പലതവണയായി നമ്മൾ പ്രതിഷേധം പറയുന്നു. പക്ഷെ അതിലൊന്നും ഒരു തീരുമാനം ഇതുവരെ, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതിൽ അലംഭാവം കാണിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രതിഷേധം ഇവിടെ ഞങ്ങൾ നടത്തിയത്. നമ്മൾ ആവശ്യപ്പെട്ടേക്കുന്നത് അടുത്ത രൂക്ഷമായ മഴ വരുന്നതിന് മുമ്പ് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഈ പറയുന്ന നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്ന അപാകതകൾ പരിഹരിച്ച് മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ്. പ്രതീക്ഷയോടെ താമസം ആരംഭിച്ച ജീവനക്കാരുടെ ആവശ്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ന്യൂനതകൾ പരിഹരിക്കണമെന്നാണ്. നിലവിലിപ്പോൾ താമസം വളരെ പരിതാപകരമൊരവസ്ഥയാണ്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കഴിഞ്ഞ വർഷം നവംബർ 25-ാം തീയതി കൂടി ഞങ്ങൾ ആ ക്വാർട്ടേഴ്സിലേക്ക് കാലെടുത്ത് വെക്കണത്. ഇന്ന് വേണ്ട നമുക്കൊരു പേടിയില്ലാതെ ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യം നിലവിലില്ല. ഇന്നും എന്തു സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മതിയായ പരിഹാരം ലഭ്യമായില്ലെങ്കിൽ കൂടുതൽ സമരങ്ങളിലേക്ക് കടക്കുമെന്നാണ് താമസക്കാർ പറയുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.